ആമോസ് 7-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്നാൽ, പുല്ല് രണ്ടാമത് മുളച്ചു തുടങ്ങിയപ്പോൾ അവൻ വിട്ടിലുകളെ നിർമ്മിച്ചു. അത് രാജാവിന്റെ വക പുല്ലു അരിഞ്ഞ ശേഷം മുളച്ച രണ്ടാമത്തെ പുല്ലു ആയിരുന്നു. എന്നാൽ അവ ദേശത്തിലെ സസ്യം തിന്നു തീർന്നപ്പോൾ, ഞാൻ യഹോവയായ കർത്താവെ ക്ഷമിക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു. അത് സംഭവിക്കയില്ല എന്ന് യഹോവ അരുളിച്ചെയ്തു. യഹോവയായ കർത്താവ് എനിക്ക് കാണിച്ചു തന്നതെന്നാൽ, യഹോവയായ കർത്താവ് തീയാൽ വ്യവഹരിപ്പാൻ അതിനെ വിളിച്ചു. അത് വലിയ ആഴിയെ വറ്റിച്ചു കളഞ്ഞിട്ട് യഹോവയുടെ ഓഹരിയെയും തിന്നുകളവാൻ ഭാവിച്ചു. അപ്പോൾ ഞാൻ യഹോവയായ കർത്താവെ മതിയാക്കണമേ, യാക്കോബ് എങ്ങനെ നിവർന്നു നിൽക്കും? അവൻ ചെറിയവനല്ലോ എന്ന് പറഞ്ഞു. യഹോവ അതിനെക്കുറിച്ച് അനുതപിച്ചു. അത് സംഭവിക്കയില്ല എന്ന് യഹോവയായ കർത്താവ് അരുളിച്ചെയ്തു. അവൻ എനിക്ക് കാണിച്ചു തന്നതെന്നാൽ, കർത്താവ് കയ്യിൽ തൂക്കുകട്ട പിടിച്ചുകൊണ്ട് തൂക്കുകട്ട തൂക്കിയുണ്ടാക്കിയൊരു മതിലിന്മേൽ നിന്നു. യഹോവ എന്നോട്, ആമോസേ, നീ എന്ത് കാണുന്നുവെന്ന് ചോദിച്ചതിന്, ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. അതിന് കർത്താവ്, ഞാൻ എന്റെ ജനമായ യിസ്രായേലിന്റെ നടുവിൽ ഒരു തൂക്കുകട്ട പിടിക്കും. ഞാൻ ഇനി അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. യിസ്ഹാക്കിന്റെ പൂജാഗിരികൾ പാഴും യിസ്രായേലിന്റെ വിശുദ്ധ മന്ദിരങ്ങൾ ശൂന്യവുമായിത്തീരും. ഞാൻ യൊരോബെയാം ഗൃഹത്തോട് വാളുമായി എതിർത്തു നിൽക്കും എന്ന് അരുളിച്ചെയ്തു. എന്നാൽ ബേഥേലിലെ പുരോഹിതനായ അമസ്യാവ് യിസ്രായേൽ രാജാവായ യൊരോബെയാമിന്റെ അടുക്കൽ ആളയച്ചു. ആമോസ് യിസ്രായേൽ ഗൃഹത്തിന്റെ മധ്യേ നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അവന്റെ വാക്കു ഒക്കെയും സഹിപ്പാൻ ദേശത്തിന് കഴിവില്ല. യൊരോബെയാം വാൾ കൊണ്ട് മരിക്കും. യിസ്രായേൽ സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും എന്നിങ്ങനെ ആമോസ് പറയുന്നുവെന്ന് പറയിച്ചു. എന്നാൽ ആമോസിനോട് അമസ്യാവ്, എടോ ദർശക, യഹൂദാദേശത്തിലേക്ക് ഓടിപ്പോയിക്കൊള്ളുക. അവിടെ പ്രവചിച്ചു അഹോവൃത്തി കഴിച്ചുകൊള്ളുക. ബേഥേലിലോ ഇനിയും പ്രവചിക്കരുത്. അത് രാജാവിന്റെ വിശുദ്ധ മന്ദിരവും രാജധാനിയുമല്ലോ എന്ന് പറഞ്ഞു. അതിനു ആമോസ് അമസ്യാവോട്, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. നീ ചെന്നു എന്റെ ജനമായ യിസ്രായേലിനോട് പ്രവചിക്ക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. ആകയാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യിസ്രായേലിനെക്കുറിച്ച് പ്രവചിക്കരുത്. യിസ്ഹാക്ക് ഗൃഹത്തിന് നിന്റെ വചനം പൊഴിക്കരുത് എന്ന് നീ പറയുന്നുവല്ലോ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യയാകും. നിന്റെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും. നിന്റെ ദേശം അളവുനൂൽ കൊണ്ട് വിഭാഗിക്കപ്പെടും. നീയോ ഒരു അശുദ്ധ ദേശത്ത് വെച്ച് മരിക്കും. യിസ്രായേൽ സ്വദേശം വിട്ടു പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും.